ഹലോ മക്കളെ, നിങ്ങളെല്ലാവരും ഐസറിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ലേ? അപ്പോൾ പലർക്കുള്ളൊരു കൺഫ്യൂഷനാണ്. അതായത് നിങ്ങൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ബയോളജി അധികം ഫോക്കസ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ പഠിച്ച ടോപ്പിക്ക് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് ആയിരിക്കും. പക്ഷേ ഐസറിൻ്റെ സിലബസിൽ ബയോളജിയും അത്യാവശ്യം ചോദ്യങ്ങൾ വരും. അതായത് ഫിസിക്സ് നിന്നും കെമിസ്ട്രിക്കും മാത്തമാറ്റിക്സ് നിന്നും അതേപോലെ ബയോളജി നിന്നും 15 ക്വസ്റ്റ്യൻസ് വീതം എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ ബയോളജി നല്ലപോലെ ഫോക്കസ് ചെയ്യാത്ത കുട്ടികൾക്ക് ഐസർ ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ? എക്സാക്ട്ലി എന്ത് ചെയ്യും, പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് നിങ്ങൾ സ്ട്രോങ് ആണെങ്കിൽ ബയോളജിയിൽ കുറച്ച് മാർക്ക് കുറഞ്ഞാലും എന്തല്ല പ്രശ്നമല്ല. കാരണം കട്ട് ഓഫിൻ്റെ റേഞ്ചും കാര്യങ്ങളും നോക്കുമ്പോൾ ഈ 3 വിഷയത്തിൽ നല്ല സ്കോർ ചെയ്ത കുട്ടികൾക്ക് എന്ത് ചെയ്യാറുണ്ട്, ഇതിലോട്ട് ഐസറിലോട്ട് എന്ത് ചെയ്യാറുണ്ട്, അഡ്മിഷൻ എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ സൈറ്റിൽ നിങ്ങൾ പോവുക, IIT എന്ന് അടിച്ച് നോക്കിയാൽ, IIT ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് അടിച്ച് നോക്കിയാൽ PYQ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പം ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ബയോളജിയുടെ ക്വസ്റ്റ്യൻസ്, PYQ ക്വസ്റ്റ്യൻസ് മാത്രം എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് +1 +2 എൻ്റയർ ബയോളജി പഠിക്കാനുള്ള സമയം നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ജെനറ്റിക്സ് എന്നും അതേപോലെ തന്നെ ബയോടെക്നോളജി ടോപ്പിക്കിൽ നിന്നൊക്കെ നല്ലപോലെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ഐസറിന് ചോദിക്കാറുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ 2 ടോപ്പിക്കെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ റെഫർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, പോവുക. ബാക്കി പിന്നെ കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് നിങ്ങൾ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ഇനി കെമിസ്ട്രിയുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഈ കോർഡിനേഷൻ കെമിസ്ട്രി, കെമിക്കൽ ബോണ്ടിങ്, അത് ഇനോർഗാനിക് എന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന 2 ചാപ്റ്ററാണ് കോർഡിനേഷൻ കെമിസ്ട്രി അതേപോലെ കെമിക്കൽ ബോണ്ടിങ്. അതൊക്കെ നിങ്ങൾ നല്ലപോലെ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് പോവുക. അത് നിങ്ങൾ അത്യാവശ്യം എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ബയോളജി നല്ലപോലെ ഫോക്കസ് ചെയ്യാത്ത കുട്ടികൾക്ക് പോലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് സ്ട്രോങ് ആയവർക്ക് കൂളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്വാളിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ അതിൻ്റെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ JEE മെയിൻസ് ലെവലായിരിക്കും ചോദിക്കുക, നീറ്റ് ലെവലല്ല. JEE മെയിൻസിന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ എന്ത് ചെയ്യുക, ഐസർ എക്സാമിന് ചോദിക്കുക. പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ 60 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക അല്ലേ. ടോട്ടൽ അതായത് എല്ലാ സബ്ജക്റ്റിനും 15 ക്വസ്റ്റ്യൻസ് വീതം, അതായത് ടോട്ടൽ 60 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 3 hour ഉണ്ടാവും. അതുകൊണ്ട് നല്ല ടൈം നമുക്കുണ്ട്. അതായത് ഓരോരോ ക്വസ്റ്റ്യനും 3 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമയം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ടൈം അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ കുറച്ച് സ്റ്റാൻഡേർഡ് കൂടുതലായിരിക്കും. അപ്പോൾ നല്ലപോലെ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ സൈറ്റിൽ പോയിട്ട് PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാളിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, മാക്സിമം എന്ത് ചെയ്യുക, നല്ലപോലെ പഠിക്കുക. ജൂൺ 7th എക്സാം. അതുകൊണ്ട് ഇനിയും നമുക്ക് കുറച്ച് സമയമുണ്ട്. അപ്പോൾ മാക്സിമം ഫോക്കസ് ചെയ്ത് പഠിക്കുക. ബയോളജിയുടെ കാര്യം പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുക, അവിടെ PYQ ക്വസ്റ്റ്യൻസിലൂടെ എന്ത് ചെയ്യുക, ബയോളജി നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും മാക്സിമം എന്ത് ചെയ്യുക, എഫക്റ്റീവായിട്ട് റിവിഷൻ ചെയ്ത് പോവുക. നല്ലപോലെ എക്സാം ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.